അങ്ങനെ പാലക്കാട്ടുകാരുടെ സ്വന്തം ചെനക്കത്തൂർ പൂരം ദേ ഇവിടെ അവസാനിച്ചു കേട്ടോ. ഞാനത് വെള്ളിയാഴ്ച പോയ വീഡിയോ ആണ്. ഇന്നത്തോടെ നമ്മുടെ പൂരം അവസാനിച്ചല്ലോ. അങ്ങനെ വല്ലാത്തൊരു പൂരപ്രേമി എന്നല്ലെങ്കിലും ഈ പൂരപ്പറമ്പ് കൂടെ തേരാപ്പാര നടക്കാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ നമ്മൾ തേരാപ്പാര നടക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പിള്ളേർ അനിയന്മാർ വന്ന ദിവസം നമ്മൾ വിചാരിച്ചു ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ വണ്ടിയൊക്കെ എടുത്ത് പോയി അവിടെ ഒരു സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ഫ്രണ്ട് സ്റ്റേജിൽ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഒരു ഡാൻസർ ആയതുകൊണ്ട് അവരെന്നെ ട്രോൾ ചെയ്യായിരുന്നു. എടുത്തിയമ്മ കളിക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെ കളിക്കുക. അങ്ങനെ കളി കഴിഞ്ഞ് നമ്മളൊരു റൈഡിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തിരിച്ചു വന്നപ്പോൾ എൻ്റെ കാരണം കുറച്ചായിട്ട് ഇങ്ങനെയൊന്നും കയറാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൈഡും കാര്യങ്ങളൊക്കെ. പക്ഷെ അതുപോലെ നല്ല പേടിയുണ്ടായിരുന്നു. ആ സാധനം അങ്ങനെ പോകുമ്പോൾ ഞാൻ ഇപ്പോൾ വീഴും പറഞ്ഞ് തൊള്ളയിട്ട് അലറി പൊളിച്ചു. അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നല്ലൊരു കളം കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം വീണ്ടും ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു റൈഡിൽ കയറി. പിന്നെ നമ്മൾ ഈ ഒരു ട്രെയിനിൽ കയറിയത് അല്ലിനും ഡിങ്കുവിനും ഒരു വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും കൂട്ടി പിള്ളേരെ കൂട്ടി നമ്മൾ കയറിയത്. പിന്നെ നമുക്ക് ഫ്രീ ടിക്കറ്റ് പാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിനോദിന് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ക്യാഷൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മളിത് അതിൽ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക വൈബ്. പക്ഷേ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ പോയത്. അന്നങ്ങനെ റൈഡിൽ കയറാൻ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പൂരത്തലേന്നും പൂരത്തലേന്ന് നല്ല തിരക്കായിരുന്നു. അതിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്നും ഞാൻ വാങ്ങിക്കുന്ന പോലെ ഈ കണ്ട കമ്മലുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇതിൽ മിക്കവാറും ചില സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്നാലും എനിക്ക് കണ്ടു പറ്റില്ല. ഞാൻ വിചാരിക്കും ഇത് ഇത്ര വലിയ മോഡലൊന്നും അല്ല, അങ്ങനെയല്ല, പുതിയതൊന്നും ഇല്ലയെന്ന്. എന്നിട്ട് പക്ഷേ ഒരു 3-4 വീണ്ടും ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് വീണ്ടും പറയും ആകെ നിനക്ക് 2 ചെവിയല്ലുള്ളൂടി, ഇതിൽ നീ ഇത്രമാത്രം കമ്മലുകൾ കൊണ്ടിട്ട് എവിടെ ഇടാനാണ്. പക്ഷേ ഇട്ടില്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് സേഫാക്കി വയ്ക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അങ്ങനെ നമ്മൾ നേരെ പോയി നമ്മുടെ സാഫ്രോൺ മന്തിയിലാണ് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ വിവിധ തരം അൽഫാമുകൾ ഓർഡർ ചെയ്തു. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ സമയം ലേറ്റ് ആയതുകൊണ്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിയാറായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ വയറ് ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഫുഡ് കിട്ടി കേട്ടോ. ആളുകളൊക്കെ എണീറ്റ് പോവാൻ തുടങ്ങുമ്പോഴാണ് നമ്മളവിടേക്ക് കയറി ചെന്നത്. ഞാൻ വാങ്ങിച്ച അൽഫാം പൊള്ളിച്ച അൽഫാമായിരുന്നു. ഞാൻ അതുകൊണ്ട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും ഓർഡർ ചെയ്ത്. എനിക്ക് ഇഷ്ടമായിട്ട് അതൊക്കെ കഴിഞ്ഞ് കണ്ടില്ല. പിന്നെ അപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എല്ലാവരും പോവാനുള്ള ധൃതിയിലാണ്. കട ക്ലോസ് ചെയ്യാൻ സമയമായടോ. പക്ഷെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. സമയം 12 മണിക്കായിട്ടുണ്ട്. പിന്നെ ഒരു പെപ്സിയും കുടിച്ച് വയറ് നിറച്ച് മനസ്സ് നിറച്ചു വീട്ടിലേക്ക് വന്നു.